ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകിട്ട് ചായയുടെ കൂടെ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അതല്ല വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനാണെന്നുണ്ടെങ്കിലും KG കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. നല്ല ചൂട് ചായയുടെ കൂടെ കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഞാനിപ്പോൾ ഇതൊന്ന് കഴിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് ഇറക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ കഴുകിയതിന് ശേഷം ഇതുപോലൊരു ഗ്രേറ്ററിൽ ചെറിയ ഹോളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേതും ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഈ കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഓരോന്നും ഒറ്റയായിട്ട് കിടക്കണം. അതുമാത്രമല്ല ആ ഒരു കിഴങ്ങിൻ്റെ ആ ഒരു വഴുവഴുത്ത ഇതൊന്ന് പോയി കിട്ടണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പിൽ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒറ്റയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് സമയം തൊട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് നേരം മാത്രം ഒന്ന് വേവിച്ചാൽ മതി. വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വറുത്ത റവ ഇട്ട് കൊടുക്കണം. നേരത്തെ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 250 ml കപ്പിൻ്റെ അളവിന് അതേ കപ്പ് അളവിൽ തന്നെയാണ് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ റവ നന്നായിട്ട് വെന്ത് വരുന്നവരേക്കും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. റവ വേവാനായിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ കിഴങ്ങ് വെന്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു റവ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നല്ല ചൂടാറണ്ട, ഒരു പകുതി ചൂടിരുന്നോട്ടെ. കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂട് സമയത്ത് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കടലമാവ് ഇട്ട് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 1/4 കപ്പ് കടലമാവും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു കിഴങ്ങിൻ്റെ റവയുടെ ആ ഒരു നനവ് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു കടലമാവ് ഇതിൽ മിക്സാക്കി കുഴച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാനിവിടെ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഇത് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ മിൽമ കവറിലോ ഏതിൽ വേണമെങ്കിലും നമുക്കിതുപോലെ മാവ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കയ്യിലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷമാണ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പലഹാരം ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഞാനിവിടെ ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഈ ഒരു ഷേപ്പിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. എണ്ണ ഒരുപാട് കൂടിപ്പോയാൽ ഇതിൻ്റെ ഷേപ്പൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് ഈ ഒരു എണ്ണയാണ് കറക്റ്റ്. ഈ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ആദ്യം ഇട്ട് കൊടുത്തത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതും കൂടെ ഇതിനിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യുക. ഇതിനിടയിൽ ആദ്യം ഇട്ട് കൊടുത്തത് വെന്ത് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് വീണ്ടും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. എത്ര പ്രാവശ്യമാണോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് മാവിട്ടിട്ട് അത്രയും പ്രാവശ്യം നമ്മൾ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, മീഡിയം ഫ്ലെയിമിൽ. എന്നാലേ ഇത് എല്ലാം ഒരേ പരുവത്തിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ മാവും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബൗളിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
ഇത് ചൂടോടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈറ്റായിട്ട് ചൂടാറിയ ആ ഒരു സമയത്ത് നമ്മൾ എയർ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ വെച്ചിരുന്നിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ഒരു നേരം കഴിക്കാനുള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരുപാട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതുമാത്രമല്ല ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ചൂടാറി ഒരുപാട് 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നതെങ്കിൽ കുതിർന്നിരിക്കും. അപ്പോൾ ഇതാ കിഴങ്ങ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.